നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിലെ നടക്കിയ ക്രിസ്റ്റഫർ സീറ്റിന്റെ ഭീകരാക്രമണത്തിൽ ഇതിന്റെ സമഗ്ര റിപ്പോർട്ടാണ് ഇന്ന് ആദ്യത്തെ വാർത്തയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭീകരാക്രമണത്തിൽ ഒരു മലയാളിക്കും പരിക്കേറ്റതായി ബെർലിനിലെ മലയാളി കൂട്ടായ്മയിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. ആക്രമണത്തിനിടെ മുഖത്തും കൈകൾക്കും വെട്ടേറ്റ ഇദ്ദേഹം നിലവിൽ ബെർലിനിലെ പ്രമുഖ ആശുപത്രിയിൽ തീവ്ര പരിചരണത്തിലും ചികിത്സയിലുമാണ്. വിദ്യാർത്ഥി വിസയിൽ എത്തിയ ആളാണ് ഇദ്ദേഹം എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം. വിദ്യാർത്ഥിയുടെ ജീവൻ അപകടത്തിലില്ലെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പരിക്കേറ്റവരുടെ വ്യക്തിഗത വിവരങ്ങൾ പോലീസോ ജർമ്മൻ അന്വേഷണ ഏജൻസികളോ ഔദ്യോഗികമായി ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. എല്ലാ വിവരങ്ങളും രഹസ്യ സ്വഭാവത്തോടുകൂടി സൂക്ഷിക്കണമെന്നാണ് പോലീസിന്റെ പ്രത്യേക നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഇയാളിന്റെ യാതൊരു വിവരവും ഞങ്ങളും പുറത്തുവിടുന്നില്ല. ശനിയാഴ്ച രാത്രി പോട്സ്ഡാമർ പ്ലാറ്റ്സിന് സമീപമുണ്ടായ വാനിടിപ്പിച്ചിട്ടുള്ള ആക്രമണത്തിന് ശേഷം അക്രമിയായ അബ്ദുൾ ബലൂട്ട് മാരക ആയുധങ്ങളുമായി ഓടി രക്ഷപ്പെടുന്നതിനിടെയാണ് വഴിയാത്രക്കാരനായിരുന്ന മലയാളി വിദ്യാർത്ഥിക്ക് നേരെ ആക്രമണം ഉണ്ടായതെന്നാണ് വിവരം. സംഭവം നടന്നയുടൻ പ്രദേശത്തുണ്ടായിരുന്ന അടിയന്തര രക്ഷാസേന ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ജർമ്മനിയിലെയും പ്രത്യേകിച്ച് ബെർലിനിലെയും മലയാളി സമൂഹത്തെ ഈ സംഭവം ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. സംഭവത്തിലാകെ 29 പേർക്കാണ് പരിക്കേറ്റത്. പ്രതിയായ IS അനുഭാവി പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതോടെ ബെർലിനിലെ കടുത്ത ഭീതിക്ക് അയവ് വന്നിട്ടുണ്ടെങ്കിലും പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരും വിദ്യാർത്ഥികളും വരും ദിവസങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും ഭരണകൂടം നിർദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഭീകരൻ ആഘോഷത്തിനിടെ ആൾക്കൂട്ടത്തിൽ ഇടയിലേക്ക് ഡെലിവറി വാൻ ഓടിച്ചു കയറ്റി മരത്തിലിടിച്ചു നിന്നപ്പോൾ ഇയാൾ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയത് കത്തിയും കൊടുവാളുമായിട്ടാണ്. തുടർന്ന് ഇയാൾ കണ്ണിൽ കണ്ടവരെയൊക്കെ വെട്ടാൻ ശ്രമിച്ചുവെങ്കിലും തികഞ്ഞ മത തീവ്രവാദിയായ ഇയാൾ ഇവരുടെ മതം ഏതാണെന്ന് ചോദിച്ചതിന് ശേഷമാണ് വാളിനിരയാക്കിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം ബെർലിനിലെ സംഭവത്തിൽ കൊല്ലപ്പെട്ടത് മകളോടൊപ്പം ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയ പോളണ്ട് സ്വദേശിയായ അമ്മയാണ്. വാഴ്സോയിൽ നിന്നും മകളോടൊപ്പം ബെർലിനിലേക്ക് എത്തിയ ഈ അമ്മ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. മകൾക്ക് പരിക്കേറ്റുവെങ്കിലും രക്ഷപ്പെട്ടു. അക്രമത്തിൽ പരിക്കേറ്റ 29 പേരിൽ ചിലരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുവെങ്കിലും ഞായറാഴ്ചയോടെ ആരുടെയും ജീവൻ അപകടമില്ലെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിസാര പരിക്കേറ്റ പലരും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിടുകയും ചെയ്തു. ടിയർ ക്രൂരകൃത്യം നടത്തിയ ശേഷം ഒളിവിൽ പോയ ലെബനൻ വംശജനായ ഭീകരനെ ഞായറാഴ്ച വൈകുന്നേരമാണ് സ്പാൻഡാവിലെ ഗാർഡൻ ഹൌസിൽ വെച്ച് പോലീസ് കമാൻഡോകൾ വളഞ്ഞ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അബ്ദുൾ ബലൂട്ട് എന്ന ഭീകരനെ നേരത്തെ ജയിൽ ശിക്ഷ വിധിച്ചിട്ടും ജയിൽ അടയ്ക്കാതെ തന്നെ പ്രൊബേഷനിൽ പുറത്തുവിട്ട കോടതിയുടെ തീരുമാനം വൻ വിവാദത്തിലേക്ക് നീങ്ങുകയാണ്. ഇത്രയും അപകടകാരിയായ ഒരു ഭീകരനെ നിയമത്തിന്റെ വഴിയിൽ ലഘുവായി കണ്ട് വെറുതെ വിട്ട ജർമ്മൻ നീതിന്യായ വ്യവസ്ഥയുടെയും പോലീസിന്റെയും കടുത്ത വീഴ്ചയാണ് സംഭവിച്ചതെന്ന് പ്രമുഖ ഭീകരവിരുദ്ധ വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതേസമയം IS ബന്ധവും മുൻകാല കുറ്റകൃത്യങ്ങളും ഉൾപ്പെടുത്തി 2019, 2020 വർഷങ്ങളിൽ ശാരീരിക ഉപദ്രവത്തിനും കവർച്ചയ്ക്കും ശിക്ഷിക്കപ്പെട്ട ചരിത്രമുള്ള ആളാണ് അബ്ദുൾ ബലൂട്ട്. പിന്നീട് തീവ്രവാദത്തിലേക്ക് വഴിമാറിയ ഇയാൾ 2025 മെയ് മാസത്തിൽ സിറിയയിലെത്തി ISൽ ചേരാൻ ശ്രമിക്കുകയും ലെബനനിൽ വെച്ച് അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. ലെബനിൽ നിന്ന് നാടുകടത്തി ജർമ്മനിയിൽ എത്തിച്ച ഇയാളെ 2026 മെയ് മാസത്തിൽ ബെർലിൻ കോടതി 22 മാസത്തെ തടവിന് ശിക്ഷിച്ചെങ്കിലും തടവ് ശിക്ഷ സസ്പെൻഡ് ചെയ്ത് പ്രൊബേഷൻ അനുവദിക്കുകയായിരുന്നു. ലെബനിലും ജർമ്മനിലുമായി 9 മാസം തടവിൽ കഴിഞ്ഞിട്ടുള്ളതും വിചാരണയ്ക്കിടെ കുറ്റം സംബന്ധിച്ച് ISനെ തള്ളിപ്പറഞ്ഞു എന്നതുമായിരുന്നു കോടതി നൽകിയ വിചിത്രമായ ന്യായീകരണം. ഇയാളെ പ്രൊബേഷനിൽ വിടുന്നതിനെതിരെ ജനറൽ പ്രോസിക്യൂട്ടർ ഓഫീസ് അപ്പീൽ നൽകിയിരുന്നെങ്കിലും അതിന് തീരുമാനം വരും മുമ്പാണ് ഇയാൾ നഗരത്തിൽ രക്തപ്പൊഴി ഒഴുക്കിയത്. അതേസമയം ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്നും മുക്തമാകാതെ ജർമ്മൻ തലസ്ഥാനമായ ബെർലിൻ നടുങ്ങിയിരിക്കുകയാണ്. ആഘോഷത്തിന്റെ വീഥികൾ കണ്ണീരണിഞ്ഞതോടെ മരിച്ച വ്യക്തിക്ക് ആദരമർപ്പിച്ചും പരിക്കേറ്റവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചും ആയിരക്കണക്കിന് ആളുകളാണ് സെന്റ് മേരീസ് പള്ളിയിലും ബ്രാൻഡംബർഗ് ഗേറ്റിലും തടിച്ചുകൂടിയത്. അൾത്താരയിൽ മഴവില്ല് പതാക പിരിച്ച് സംഘടിപ്പിച്ച വികാരഭരിതമായ പ്രാർത്ഥനാ ചടങ്ങിൽ ജർമ്മൻ ചാൻസലർ ഫ്രീഡറിഷ് മെർസ്, ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡ്രോബിൻ, ബെർലിൻ മേയർ കായി വാഗ്നർ തുടങ്ങിയ പ്രമുഖ ഭരണാധികാരികൾ പങ്കെടുത്തു. സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ചാൻസലർ മേർസ് വികാരഭരിതനായി ഇടറിയ ശബ്ദത്തോടെയാണ് വാക്കുകൾ പങ്കുവച്ചത്. വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്ത ചടങ്ങിൽ പ്രശസ്ത ഇസ്ലാം മത പണ്ഡിതനായ ഇമാമിൻ സൈറാൻ ആറ്റസും സംസാരിച്ചു. പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം നൂറുകണക്കിന് ആളുകൾ വെളുത്ത റോസാപ്പൂക്കളുമായി ആക്രമണം നടന്ന ടിയർ ഗാർഡനിലേക്ക് വിലാപയാത്രയായി നീങ്ങി. ചാൻസലർ മേർസ് ദുരന്ത സ്ഥലത്ത് വെള്ളപ്പൂക്കൾ അർപ്പിക്കുകയും ചെയ്തു. രാത്രിയോടെ ബെർലിന്റെ പ്രതീകമായ ബ്രാൻഡംബർഗ് ഗേറ്റ് മഴവില്ല് വർണ്ണങ്ങളാൽ പ്രകാശപൂരിതമാക്കി. ബെർലിൻ സ്വാതന്ത്ര്യത്തിന്റെ നഗരം എന്ന സന്ദേശവും സ്ക്രീനിൽ
പ്രദർശിപ്പിച്ചു. അതേസമയം ഭീകരാക്രമണത്തിന് തലേന്ന് ആഹാര സാധനങ്ങൾ ദാനം ചെയ്ത ചാരിറ്റി പ്രവർത്തനം നടത്തിയിട്ടാണ് ഭീകരപ്രവർത്തനത്തിലേക്ക് അബ്ദുൾ ബലൂട്ട് തിരിഞ്ഞത്. വാഹനം സ്വന്തമായി വാടകയ്ക്കെടുക്കുകയും ഭീകരാക്രമണത്തിന് ഉപയോഗിച്ച ഇയാളുടെ പേരിൽ തന്നെയാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിരുന്നത്. പോലീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള യാതൊരു ശ്രമവും മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നില്ല എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ലെബനൻ വംശീയനായ ഇയാളുടെ മാതാപിതാക്കൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. 2 സഹോദരങ്ങളുണ്ട്. ചെറുപ്പം മുതലേ കടുത്ത മത തീവ്രവാദ ചിന്തകൾ വെച്ചു പുലർത്തിയിരുന്ന ഇയാൾ മതാചാരങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളുമായി നിരന്തരം വഴക്കിട്ടിരുന്നു. വേഷവിധാനത്തിലും വലിയ മാറ്റം കാണിക്കുന്ന വ്യക്തിയായിരുന്നു. സമീപകാലത്തായി പൂർണ്ണമായും കറുത്ത വസ്ത്രങ്ങൾ മാത്രം ധരിക്കാൻ തുടങ്ങിയ ഇയാൾ പഴയ സുഹൃത്തുക്കളെല്ലാം ഒഴിവാക്കുകയും ചെയ്തു. ഡ്രൈവിംഗ് കോഴ്സും പഠനവും പാതി വഴിയിൽ ഉപേക്ഷിച്ച ഇയാൾ സെക്യൂരിറ്റിയായും നിർമ്മാണ മേഖലയിലും ജോലി ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇസ്രായേൽ വിരുദ്ധ റാലികളിലും സജീവ പങ്കാളിയായിരുന്നു. 2025 സിറിയയിലേക്ക് കടന്ന IS-ൽ ചേരാൻ ശ്രമിക്കുന്നതിനിടെയാണ് ലെബനനിൽ വെച്ച് ഇയാൾ പിടിക്കപ്പെടുന്നത്. തുടർന്ന് ജർമ്മനിക്ക് നാട് കടത്തപ്പെടുകയായിരുന്നു. ഇവിടെ എത്തിയ ഇയാളെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ കുറ്റകൃത്യത്തിന് കേസെടുത്തുവെങ്കിലും കഴിഞ്ഞ മെയ് മാസത്തിൽ കോടതി ഇയാളെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. എന്നാൽ കസ്റ്റഡിയിലായിരുന്ന ഇറാൻ സ്വദേശിയെ പോലീസ് വെറുതെ വിടുകയും ചെയ്തു. സഹായത്തിന് രണ്ടാമതൊരാൾ ഇല്ലായിരുന്നുവെന്നാണ് സൂചന. ഇയാളും നാട് കടത്തപ്പെടേണ്ട കുറ്റവാളിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. 2024 ജർമ്മനിയിൽ നിന്നും ഡീപ്പോർട്ട് ചെയ്യേണ്ട വ്യക്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത ഇറാൻ പൗരൻ. ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ വഴിപോക്കരായ 3 സ്ത്രീകൾക്ക് നേരെ യുവാവിന്റെ അതിക്രൂരമായ കത്തിക്കുത്ത്. ഗർഭിണിയായ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേർക്കാണ് അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. തെരുവിൽ നടന്നു പോവുകയായിരുന്ന സ്ത്രീകൾക്ക് നേരെ 31-കാരനായ അക്രമി പെട്ടെന്ന് പാഞ്ഞെടുത്ത് കത്തികൊണ്ട് ആക്രമിക്കുകയായിരുന്നു. നാട്ടുകാരുടെ ധീരമായ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്നാണ് സ്ത്രീകളെ രക്ഷപ്പെടുത്തിയത്. തുടർന്ന് ഇയാളെ തല്ലി വീഴ്ത്തി കീഴടക്കുകയായിരുന്നു. ഒടുവിൽ പോലീസിന് കൈമാറുകയും ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അർപ്പിച്ചുകൊണ്ട് നമസ്കാരം.